ഭർത്താവിന്റെ അനുമതിയില്ലാതെ എന്റെ വാപ്പാടെ രോഗ സന്ദർശനത്തിന് പോകാൻ എനിക്ക് അനുമതിയുണ്ടോ? നബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നു നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇന്ന പെണ്ണ് അവരുടെ ഭർത്താവ് അങ്ങയുടെ സഹാബത്തിനോടൊപ്പം യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ആ പെണ്ണിന്റെ പിതാവ് രോഗശയ്യയിലാണ്. ആ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഈ മകളെ ഒന്ന് കാണാൻ ആശ വെക്കുന്നുണ്ട്. പോകാൻ അനുമതിയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുമതിയുണ്ടോ? ഇല്ല നബിയെ, അനുമതി കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പെണ്ണിന് വാപ്പാന്റെ രോഗസന്ദർശനത്തിന് നടന്നു പോകാൻ അല്ലാഹു അനുവദിക്കുന്നില്ല മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചിന്തിക്കണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ ഈമാൻ ആലോചിക്കേണ്ടത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ശല്യം മുറുകെ പിടിക്കുന്ന ഒരു സ്വാലിഹത്തായ സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശവും പരിവേഷവും മണപൊട്ടി ഒഴുകുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ പെണ്ണിനോട് വന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ പിതാവിനെ സന്ദർശിക്കാൻ റസൂലുള്ളാഹിക്ക് അനുമതിയില്ല, റസൂലുള്ള സമ്മതം തന്നിട്ടില്ല. ആ പെണ്ണാ ചെറുപ്പക്കാരനെ മടക്കി അയക്കുകയാണ്. രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ആ സഹോദരിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ പെണ്ണിനോട് വന്ന് പറയുന്നു, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണാസന്ന അവസ്ഥയിലാണുള്ളത്, മരണാസന്ന രോഗശയ്യയിലാണുള്ളത്, കട്ടിലിൽ കിടന്നുകൊണ്ട് പിടക്കുകയാണ്. ആ പിതാവിന്റെ അവസാന അഭിലാഷമെന്ന നിലയിൽ മകളായ നിന്നെയൊന്ന് കാണാനും നിന്നോടൊരു വാക്ക് പറയാനും ആഗ്രഹമുണ്ട്. ആ പിതാവിനെ നിനക്കൊന്ന് കാണണ്ടേ പെണ്ണേ? ആ പിതാവിനോട് അവസാനമായി നിനക്കൊരു സലാം പറയണ്ടേ പെണ്ണേ? ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ആ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് വീണ്ടും പറയുകയാണ്, ഈ വീടിന്റെ പൂമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി എന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നില്ല. അത് ലഭിക്കാത്ത കാലത്തോളം എനിക്കിറങ്ങാൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല, എന്റെ മതം അതിനെന്നെ അനുവദിക്കുന്നില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ്, അതായാൾ നിരാശയോടെ മടങ്ങിപ്പോയി. കുറച്ചു ദിവസം കഴിയുമ്പം തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാരൻ വീണ്ടും അതാ സഹോദരിയെ സമീപിക്കുകയാണ്. വന്നുകൊണ്ട് പറയുന്നു, പെണ്ണേ, നീ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച, നിന്റെ കൈപിടിച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച, നിനക്ക് പുത്തൻ പുടവകൾ വാങ്ങിത്തന്ന, നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത, നിന്നെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ച, നിന്റെ ജീവന്റെ തുടിപ്പായ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞുപോയി. നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവനറ്റ ശരീരമെങ്കിലും അവസാനമായ ഒരു നിമിഷം കാണാൻ നിനക്ക് മോഹമില്ലേ പെണ്ണേ? നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസയെങ്കിലും നിനക്ക് കാണണ്ടയോ? ആ പെണ്ണവള നിന്നുകൊണ്ട് വിതുമ്പുകയാണ്. ആ പൊന്നുമോളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്, ചുണ്ടുകൾ ചലിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയുന്നു, സ്നേഹിത, എനിക്ക് വരണമെന്നുണ്ട്, എന്റെ ഉപ്പാന്റെ പൊന്നാര പൂമുഖം എനിക്ക് കാണണമെന്നുണ്ട്. അവസാനമായി ജീവനറ്റ ആ ശരീരത്തിലെങ്കിലും ഒരു ചുംബനമർപ്പിക്കണമെന്ന ആശയുണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന്റെ അനുമതിയില്ല. അനുമതി കൂടാതെ പുറത്തു പോകാൻ എന്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല. എന്റെ യജമാനന്റെ തീരുമാനത്തിനെതിരാണ്, എന്റെ ഹബീബിന്റെ തീരുമാനത്തിനെതിരാണ്. അതുകൊണ്ട് എന്നെ അതിന് നിർബന്ധിക്കേണ്ടതില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അതാ കുറഞ്ഞ ആളുകൾ കൂടി ഒരു മയ്യത്ത് കട്ടിൽ നിന്നൊരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടുവരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
ദിക്റും ഉരുവിട്ടുകൊണ്ട് അതാ മദീനയുടെ മണർവാടിയിലൂടെ ദിക്റിന്റെ തഹ്ലീലിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതാ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടുവരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണം. ഈത്തപ്പന വീടിന്റെ ഉള്ളിലിരുന്ന് ഈത്തപ്പനയുടെ ഓലകൾ മെല്ലെ അകത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ കിട്ടിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, തന്റെ പ്രിയപ്പെട്ട ആങ്ങളമാർ, തന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാര് ചുമന്നുകൊണ്ടുവരുന്ന ജനാസ തന്നെ പോറ്റി വളർത്തിയ പിതാവിന്റെ ജനാസയാണ്, തനിക്ക് ജന്മം നൽകിയ ഉപ്പയുടെ ജനാസയാണ്. ആ ചെറിയ ഈത്തപ്പനയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ പാവപ്പെട്ട പെൺകുട്ടി അവരുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ്. അവർ വിതുമ്പി കരയുകയാണ്. അവിടെ നിന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ